പ്രശാന്ത് സർ, നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന്റെ സൈനിക മേധാവി അദ്ദേഹത്തിന്റെ കുടുംബത്തെ UK പറഞ്ഞയച്ചു എന്നുള്ളത്. അപ്പൊ തന്നെ നമ്മളിവിടെ അതിന് നമ്മൾ ഭയങ്കരമായിട്ട് അവരെ പരിഹസിക്കുകയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സൈനിക മേധാവി തന്നെ തീരുമാനിക്കുകയാണ് ആ രാജ്യം സുരക്ഷിതമല്ല, പാകിസ്ഥാൻ സുരക്ഷിതമല്ല, അവർക്ക് ഇന്ത്യയെ നേരിടാൻ സാധിക്കില്ല, അതുകൊണ്ട് ഭാര്യയെയും മക്കളെയും ഒക്കെ അദ്ദേഹം വേഗം UK പറത്തിവിട്ടു. ഇപ്പോഴിതാ അവിടെയുള്ള സൈനികർ നാട് വിടുന്നു, പലായനം ചെയ്യുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഇന്ത്യയെ പേടിച്ചിട്ട് തന്നെയാവും അല്ലെ, അല്ലാതാവാൻ തരമില്ല. പട്ടിണി കിടന്ന് പേടിച്ചിട്ടും ആവും. പിന്നെ ഇപ്പൊ ഈ പട്ടിണി കിടക്കണ്ടല്ലോ, എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിച്ച് ജീവിക്കാവോ. ഈ ഈ സൈനിക മേധാവികളൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ അവിടെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ആദ്യമേ അത് പറയാം, ഈ പറഞ്ഞ വാർത്തക്കകത്ത് ശരിയുണ്ട്. കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള സൈനികർ പലായനം ചെയ്യുന്നു എന്നുള്ള വാർത്ത വളരെ കൃത്യമാണ്. അത് ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ സൈനിക മേധാവികൾ, മുൻ കരസേനാ മേധാവിയൊക്കെ, അല്ലെങ്കിൽ അവരുടെ കുടുംബവും അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ വിദേശ രാജ്യങ്ങളിൽ കടന്നു കഴിഞ്ഞു. കാരണം ഇവിടെ വലിയൊരു ആക്ഷേപം ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഈ സൈനിക മേധാവികൾ പട്ടാളത്തിന് കൊടുത്തിരിക്കുന്ന ഫണ്ടുകൾ കോടാനുകോടി തിരിമറി നടത്തി കോടീശ്വരന്മാരായിട്ടിരിക്കുന്നു എന്ന് വളരെ കാലം മുമ്പേ അവിടെ റിപ്പോർട്ടുകൾ. കാരണം ഈ സൈന്യത്തിനകത്തൊക്കെ വലിയ അഴിമതിയാണ്, ആർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവന്മാരൊക്കെ ഈ പറഞ്ഞ നമ്മുടെ രാഹുൽ ഗാന്ധി ചെയ്തേക്കുന്ന ലണ്ടനിലും അല്ലെങ്കിൽ വെളി രാജ്യങ്ങളിലും ഒക്കെ രാഹുലിന്റെ അളിയനും ഒക്കെ ചെയ്തേക്കുന്ന ഇവിടുത്തെ ഇന്ത്യൻ തട്ടിയെടുത്തതും അല്ലെങ്കിൽ കള്ള രീതിയിൽ ഉണ്ടാക്കിയതൊക്കെ വെച്ച് അവിടെ വീട് വെച്ച് മേടിച്ചേക്കുന്നതിൽ യൗമാരും ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് അവിടെ പോയി വീടും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അവർക്ക് ഏത് സമയത്തും അറിയാം. കാരണം ഈ രാജ്യത്തിന്റെ അവസ്ഥ ഇങ്ങനെ, ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അപ്പൊ ഉള്ളതും കൂടെ തൂത്ത് വാരിയെടുത്തോണ്ട് പോവാന്നുള്ള രീതിയിലായിരിക്കും ഈ ഇവന്മാരൊക്കെ, ഈ ഉദ്യോഗസ്ഥന്മാര്, സാധാരണക്കാരുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ നാട് വിട്ടു. പാക് പ്രധാനമന്ത്രി അവിടെ ഇല്ലെന്നാ പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ ഇല്ലെന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും വലിയ സന്ദർശനത്തിന് ഔദ്യോഗികമായിട്ട് 2 ദിവസം സൗദി പോയി നിന്ന സമയത്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വിഷയം ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞത്. അദ്ദേഹം അന്നേരം വിസ ക്യാൻസൽ ചെയ്ത് ഇവിടെ വന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ്. കാരണം ഇവിടെ ഈ അതിർത്തി കടന്നുള്ള നേരത്തെ ഭീകര പാകിസ്ഥാനിൽ വിഷയം വന്നപ്പോൾ അതിർത്തിയിൽ കടന്നു കയറി നമ്മൾ ഏതാണ്ട് 400 ഭീകരെ കൊന്ന് പാകിസ്ഥാൻ തിരിച്ചടി കൊടുത്ത സമയത്ത് ഇത് ആഭ്യന്തരമന്ത്രി അജിത് ഡോവലും നരേന്ദ്രമോദിയും കൂടെ നേരിട്ട് ഇരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലായിരുന്നു ഓപ്പറേഷൻ. അവരെ ഏൽപ്പിച്ചതിന് ശേഷം ആ ഓപ്പറേഷൻ നടക്കുന്നത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യയിലും, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ യുദ്ധം തീരുമാനിച്ച സമയത്ത് ആ രാജ്യത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജ്യം വിടുന്നൊരവസ്ഥ, അല്ലെങ്കിൽ സൈനിക മേധാവിയുടെ കുടുംബം ഉൾപ്പെടെയുള്ള രാജ്യം വിടുന്നൊരവസ്ഥ. ഇപ്പൊ സാധാരണ സൈനികർ അവിടുന്ന് രാജ്യം വിടുന്നൊരവസ്ഥ. കാരണം അവർക്ക് സൈനികർക്ക് വയ്യ എന്നാണ് അവിടെ പല സൈനികരും പറഞ്ഞേക്കുന്നത്. സൈന്യത്തിനകത്ത് ചേരിപ്പോരാണ്. ഈ മുനീർ കണ്ട ഇപ്പോഴത്തെ പുതിയ സൈനിക മേധാവിയുടെ പേര്, അയാളുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഈ പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സൈന്യത്തെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട്. മാത്രവുമല്ല നീതു, ഇതിനകത്ത് എവിടെ ഇവർക്ക് നിൽക്കാൻ പറ്റുന്നത്? 3 യുദ്ധമുഖമായിപ്പോ. ഒന്ന് ബലൂചിസ്ഥാനിൽ അറിയാമല്ലോ, ബലൂചിസ്ഥാൻ പോരാല്ലോ. നമ്മുടെ ഖൈബർ പത്തുക്ക മേഖലയിൽ ഈ അഫ്ഗാൻ തഹരിക്കെ താലിബാൻ എന്ന് പറയുന്ന അഫ്ഗാനിൽ നിന്നുള്ള തഹരിക്കെ താലിബാൻ, അതിനകത്ത് 10-14 ലക്ഷം പേരുണ്ട്. അവന്മാർ ഒന്നിച്ചിരിക്കും, അവന്മാർ അടിച്ചോണ്ടിരിക്കും. അപ്പൊ ഇവിടുന്ന് അവിടെയും ഈ പറയുന്ന ബലൂചിസ്ഥാനും പട്ടാളക്കാരും നിരന്തരം പട്ടി ചാവുന്ന പോലെ ചാവുക. കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു, ഒരു ട്രക്ക് അങ്ങോട്ട് പോവുക, ഒരു പുക, ഒരു സൗണ്ട്, അതിനകത്ത് 9 പേരങ്ങുണ്ടായിരുന്നു. അതിന് മുമ്പ് അറിയാമല്ലോ ഈ പറയുന്നത് പോലെ ഈ ട്രെയിനിന്റെ വിഷയത്തിനകത്ത് 200, അതിനുശേഷം 90. അപ്പം കഴിഞ്ഞ 2 മാസമായിട്ട് ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ തന്നെ പട്ടാളക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കണക്കെടുക്കുമ്പോൾ അവിടെ തന്നെ 100-300 പേര് ദേശീയ മാധ്യമങ്ങൾ അറിഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട്. പട്ടാളക്കാർ നിവർത്തി കെട്ടിട്ട് ബലൂചിസ്ഥാൻ ആർമിയുടെ കൂടെ കൂടുക, അല്ലെങ്കിൽ അവിടുത്തെ പോസ്റ്റുകളൊക്കെ അവർ പിടിച്ചെടുത്തോണ്ടിരിക്കുക. അപ്പൊ ഈ പാകിസ്ഥാൻ പട്ടാളത്തിന് യാതൊരു കാരണവശാലും ഇല്ല. അതിനിപ്പോ ഔദ്യോഗികമായിട്ട് അവർ പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള വിഷയം വെച്ചിട്ട് ഇന്ത്യയുടെ ബോർഡറിലേക്ക് പട്ടാളക്കാരെ പിൻവലിച്ചത് കൊണ്ടാണ് അവിടെ പട്ടാളക്കാർ മരണം. ഒന്നുമില്ല. ഈ ഖൈബർ പത്തുക്ക മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നും ഇപ്പം നിലവിലുള്ള പട്ടാളത്തിനകത്ത് ഉള്ള പട്ടാളത്തിന് വയ്യ, എന്തെങ്കിലും കുറവ് വരുത്തിയാൽ നാളെ കാലത്ത് ആ പ്രദേശം സ്വതന്ത്രമായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ചില പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ പട്ടാളം വളരെ കൃത്യമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആണ് അത് പൂർണ്ണമായിട്ടും സ്വതന്ത്രമാണ് എന്ന് അവർക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും. അപ്പം ഇതേ രീതിയിലുള്ള വിഷയമാണ് പാകിസ്ഥാൻ. അപ്പം പാകിസ്ഥാനകത്ത് ഇപ്പൊ നമ്മൾ പരിശോധിക്കുന്നത്, പാകിസ്ഥാനകത്ത് യുദ്ധം ചെയ്യാൻ ആയുധങ്ങളില്ല, കപ്പലുകളില്ല,
വേണ്ട രീതിയിലുള്ള വിമാനങ്ങളില്ല. ഇപ്പൊ പട്ടാളം കൂടി ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ ഇന്നലെ തൊട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ ഒരു പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, ജനാധിപത്യ സംവിധാനത്തിൽ അവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ആളായിരുന്നു ഇമ്രാൻഖാൻ. ഇമ്രാൻഖാനെ പിടിച്ച് ജയിലിട്ടേക്കോ പട്ടാളവും. എന്നിട്ടൊരു തട്ടിക്കൂട്ടാണല്ലോ, ഗവൺമെന്റ് ആണല്ലോ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇന്നലെ തൊട്ട് ഇമ്രാൻഖാൻ ഒക്കെ അവിടുത്തെ ചാനലുകളിൽ കൂടെ ഒക്കെ വാർത്ത പ്രകടിപ്പിച്ചുകൊണ്ട്, കാരണം ഇമ്രാൻഖാന്റെ കെയർ ഓഫിലുള്ള പാർട്ടി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി, അവരവിടെ ശക്തമാ. അവരെത്ര ദിവസം കൊണ്ട് അവിടെ പ്രക്ഷോഭത്തിലാണെന്നറിയാം. അവർ പല മേഖലയിലും അല്ലെങ്കിൽ ട്രക്ക് ഈ പ്രകടനവും അല്ലെങ്കിൽ സ്തംഭിപ്പിച്ച് ദിവസങ്ങളോളം ബന്ധും അല്ലെങ്കിൽ പോലീസിനോ പട്ടാളത്തിനോ ഗവൺമെന്റ് സംവിധാനത്തിനോ ഒന്നും കടന്നു കയറാൻ പറ്റാത്ത രീതിയിലേക്കാണ്. അപ്പൊ ഇന്നലെ തൊട്ട് അവരും കൂടെ പാകിസ്ഥാൻ ഈ ഒരു പ്രതിസന്ധി സമയത്ത് അവരും കൂടെ പാകിസ്ഥാനകത്ത് ആഭ്യന്തര യുദ്ധം നടത്തുമ്പോൾ പൂർണ്ണമായിട്ടും എതിരാവാതിരിക്കുന്നതിന് വേണ്ടി ചെറിയ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. ജയിലിൽ നിന്ന് പുള്ളിക്ക് ടിവിയിൽ സംസാരിക്കാനും അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കാനും, ജയിലിൽ കിടക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ആ രീതിയിലേക്കുള്ള സ്വതന്ത്രമായ നിലപാടുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഏതായാലും പാകിസ്ഥാനകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ അവസരത്തിലാണ് പാകിസ്ഥാനകത്ത് പട്ടാളത്തിനകത്ത് ചേരിത്തിരിവുണ്ടായി. പട്ടാള മേധാവിയെ അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പാകിസ്ഥാൻ പട്ടാളം പലായനം ചെയ്യുന്നു. അല്ലെങ്കിൽ നേരത്തെ ഇതുപോലെ പാകിസ്ഥാനകത്തു നിന്ന് ഏതാണ്ട് 5000-ഓളം പട്ടാളം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കകത്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പം അതിനകത്തും വാസ്തവമുണ്ട്. കാരണം ബലൂചിസ്ഥാൻ മേഖലയിൽ അവർക്ക് പട്ടാളക്കാർക്ക് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ബലൂചിസ്ഥാന്റെ കൂടെ പോകേണ്ടതായിട്ടുള്ള ഒരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് അവർ പോയതായിരിക്കും. അത് പിന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ പട്ടാളത്തിനകത്ത് എന്തിനാ പണി ചെയ്യുന്നേ? പട്ടാളത്തിനകത്ത് പണി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സുരക്ഷിതമല്ല ഒന്നാമത്തെ കാര്യം. യുദ്ധം ചെയ്യാൻ സംവിധാനങ്ങളില്ല. ഏറ്റവും അവസാനം നോക്കുമ്പോൾ പട്ടാളത്തിന് ഈ ശമ്പളം കൊടുത്തിട്ട് എത്ര കാലമായെന്നറിയോ? പട്ടാളത്തിന് ശമ്പളം കൊടുക്കാൻ പോലും പാകിസ്ഥാന് സാധിക്കുന്നില്ല. അപ്പൊ ആ രീതിയിലും പട്ടാളത്തിനകത്ത് ജോലി ചെയ്യുന്നതിനോട് അവർക്ക് താല്പര്യമുണ്ട്. അതേസമയം ബലൂചിസ്ഥാൻ ആർമിയുടെ കൂടെ ഒക്കെയാണെങ്കിൽ ഭക്ഷണം കഴിച്ച് കിടക്കാം. ഇവർക്ക് നിന്നൊക്കെ പൈസ കിട്ടുന്നുണ്ട്. തെഹരിക്കെ താലിബാന്റെ കൂടെ ഒക്കെയാണെങ്കിൽ അവിടെ ഭക്ഷണം കഴിച്ച് കിടക്കാം. അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർക്കും പൈസ കിട്ടുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇപ്പം ഈ ബലൂചിസ്ഥാൻ ആർമിക്കും അല്ലെങ്കിൽ തെഹരിക്കെ താലിബാനും ഒക്കെ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായം ആര് കൊടുത്തുകൊണ്ടിരിക്കുന്നു? അത് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായം 100% നമുക്ക് ഉദ്ദേശിക്കാമല്ലോ. ഇപ്പൊ ഈ അവസ്ഥയിൽ ഇനിയിപ്പം ഈ ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ബലം കൊടുത്തിട്ടുണ്ടെങ്കിൽ, സൈനിക ശക്തിക്ക് വേണ്ട സംവിധാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ തെഹരീക്കെ താലിബാൻ ഖൈബർ പത്തുങ്ക മേഖലയിലും അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നവർക്ക് അവിടെയും, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനകത്ത് അടിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനെ അടിക്കുന്നതിന് വേണ്ടി ആ സൈനിക ബലമൊക്കെ ഇന്ത്യ കൊടുക്കുമല്ലോ. കാരണം ഇന്ത്യ എല്ലാ രീതിയിലും മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് വട്ടം നിന്ന് ഇവരെ സഹായിക്കാൻ സാധ്യതയുള്ള മൊത്തം ഇടങ്ങളും അടച്ചും, അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ളവർക്ക് മൊത്തം സംവിധാനങ്ങൾ തുറന്നു കൊടുത്തും ഒക്കെയാണ് നിൽക്കുന്നത്. നമ്മൾ മുമ്പേ ഒരു ടോക്കിനകത്ത് പറഞ്ഞ പോലെ കണ്ടില്ലേ, അവരുടെ ബേസ് ആയിട്ട് ബാക്കി തുറമുഖങ്ങളെല്ലാം അടച്ചാൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഇറാനകത്ത് പോർട്ടിന്റെ കഴിഞ്ഞ ദിവസം അതങ്ങ് പൊട്ടിത്തെറിച്ചു പോയി. അപ്പൊ അവിടെയും നടക്കത്തില്ല. അപ്പൊ എല്ലാ രീതിയിലും ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് പാകിസ്ഥാനകത്ത് ഉള്ള സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവർ നാട് വിടുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് കാലം കാലത്തെ ഒരു യുദ്ധം ഉണ്ടായാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എവിടെ കാണുമോ, സൈനിക മേധാവി എവിടെ കാണുമോ, വേണ്ട ഉദ്യോഗസ്ഥന്മാർ എവിടെ കാണുമോ എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള സംശയം കൊണ്ട് അതുപോലെ തന്നെ ഒരു വാർത്തയും കൂടി അവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇതിന്റെ കൂടെ ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ യുദ്ധതന്ത്രം പ്രയോഗിക്കുക. ഇസ്രായേൽ ഈ പറയുന്ന ഇറാനിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ എടുത്ത യുദ്ധതന്ത്രം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൈനിക ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ അറിയാമല്ലോ, അവിടുത്തെ ഏറ്റവും കൂടുതലായിട്ട് ഈ പശ്ചിമേഷ്യയിൽ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ സഹായിച്ചുകൊണ്ടിരുന്നതിന്, അത് പരസ്യമായിട്ട് വെല്ലുവിളിച്ച് സഹായിച്ചുകൊണ്ടിരുന്ന ആൾ അന്നത്തെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു ഹെലികോപ്റ്റർ പോയിട്ട് എവിടെ വീണു, ആര് കൊന്നു എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. അതിനുശേഷം പല ഈ സൈനിക ഉദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ അത്തരത്തിൽ ഏറ്റവും മുന്തിയ പൊസിഷനിൽ വഹിച്ചുകൊണ്ടിരുന്ന ഇറാന്റെ ഏതാണ്ട് 22 പേരെ ആദ്യം കൊന്നു. അതിനുശേഷം ഏതാണ്ട് 44 പേര്, 22 മെയിൻ ഒഫീഷ്യൽസിനെ കൊന്നു. അതിനുശേഷം 40. ഇതേ രീതിയിൽ പാകിസ്ഥാനകത്ത് കടന്നു കയറി ഇന്ത്യ ആക്രമണം നടത്താൻ, അല്ലാതെ ഇന്ത്യ ഡയറക്റ്റ് അല്ല, ഓരോരുത്തർക്ക് ഈ അജ്ഞാതം കൊല്ലുന്നവരെ മരിച്ചു വീണാൽ മതിയല്ലോ. സ്ഫോടനം ഇപ്പൊ തന്നെ അറിയാമല്ലോ, എല്ലായിടത്തും സ്ഫോടനം നടക്കുന്നുള്ള കാര്യം അവർക്കറിയത്തില്ല, ആരാ ചെയ്യുന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. ഇവിടെ ബലൂചിസ്ഥാൻ ആർമിയാണോ, അജ്ഞാതനാണോ, ഖൈബർ പത്തുങ്ക മേഖലയിലുള്ള ഭീകരവാദികളാണോ, പഞ്ചാബ് സിന്ധ് മേഖലയിലുള്ള ആൾക്കാരാണോ, ഇമ്രാന്റെ ആൾക്കാരാണോ, അജ്ഞാതനാണോ, ഒന്നും അറിയത്തില്ല. ആകെപ്പാടെ ഇങ്ങനെയുള്ള പന്തം കണ്ട വെരിഞ്ചാഴിയുടെ കൂട്ട് നിൽക്കുന്ന പാകിസ്ഥാന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് യുദ്ധം ചെയ്യാൻ പോലും ആള് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യത്തോട് അടുക്കും. അതാണ് അവസ്ഥ.
എന്തായാലും പാകിസ്ഥാനിൽ സൈനികർ പോലും ഇല്ലാതാവുന്ന അവസ്ഥ, സൈനികർ അവർക്ക് ഭക്ഷണമില്ല, അല്ലെങ്കിൽ പട്ടാളത്തിന് കൂലി നൽകിയിട്ട്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സ്വന്തം രാജ്യത്തെ പട്ടാളത്തിന് കൂലി നൽകിയിട്ട് മാസങ്ങളാകുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഈ ഒരു അവസരത്തിൽ പുറത്തു വരുന്നു. എന്തായാലും ഇന്ത്യയോട് ഒരു യുദ്ധത്തിനുള്ള ബാല്യം പാകിസ്ഥാൻ ഉണ്ടോ എന്നുള്ളത് വളരെ വളരെ സംശയകരമാണ്. താങ്ക് യു പ്രശാന്ത് സർ.